ഞാൻ റൈസർ ബിൽഡിൽ ഇത്തിരി ഇതോള് കാണിച്ചുതരാം. അത് കാണുമ്പോൾ നല്ല കോമഡി സാധനങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരണം കേട്ടോ, എന്താണ് ആക്ച്വലി റൈസർ ബിൽഡ് എന്ന്. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ റൈസർ ബിൽഡ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് റൈസർ ബിൽഡ് എന്നുള്ളത്. വലിയൊരു എക്സോസ് പൈപ്പ് പിന്നിക്ക് അടിച്ചു വെച്ചേക്കാം. ഇതൊക്കെ ശരിക്കും പറയുന്നത് ഒരു മോഡിഫിക്കേഷൻ അല്ല, ഇത് ആക്ച്വലി ഒരു വെസ്റ്റേൺ കൾച്ചറാണ്. അതായത് അവിടെ ജസ്റ്റ് ഫോർ ഷോ, വെറുതെ ഷോക്ക് വേണ്ടി മാത്രം ഒരുപാട് റൈസർ ബിൽഡ് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ കാർസില് നമ്മുടെ മെക്യൂൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകും, ഉറങ്ങിയിട്ട് സാലിയുടെ ആ ഒരു വില്ലേജിലേക്ക് പോണ മുന്നേ ഉറങ്ങിയിട്ട് ഇറങ്ങി പോകും. ആ ടൈമില് 3 കാസ് വരുന്നുണ്ട്, വലിയ പാട്ടും ഇതൊക്കെ വെച്ചിട്ട് വലിയ വിങ്സ് ഒക്കെ ആയിട്ട് ഒരു കാറ് ഷോ മാത്രം കുറെ നിയോൺ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച്, അതാണ് ശരിക്കും റൈസർ ബിൽഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ തന്നെ കണ്ടില്ലേ, ഒരാവശ്യമില്ലാതെ ഒരു വിങ് വെറുതെ വെച്ചേക്കാം. അതേപോലെ വലിയൊരു എക്സോസ് പൈപ്പ്. അതുപോലെ അടുത്ത വീഡിയോ നോക്കി ഇതാണ് ആക്ച്വലി നമ്മുടെ കാസ് മൂവീസിലുള്ള ഇങ്ങനത്തെ വിങ്സുകൾ. അപ്പോൾ ഇതേപോലത്തെ കാസാണ് ശരിക്കും റൈസർ ബിൽഡ് എന്ന് പറയാന്ന് വെച്ചാൽ. കമ്പയറിങ് ടു ദിസ്, നമ്മുടെ ഇവിടെ കേരളത്തിൽ അടിപൊളിയായിട്ടാണ് കാസ് ബിൽഡ് ചെയ്യുന്നത്.